ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുറുമക്കറിയാണ്. ആദ്യമേ തന്നെ ചട്ടി അടുപ്പത്ത് വെക്കുക. ചട്ടി ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയാവും. അത് പൊട്ടി കഴിയുമ്പോൾ ഒരു സവാള അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് വാടി കിട്ടും. ഇവിടെ എൻ്റെ വീട്ടിലുള്ളവർക്ക് അധികം എരിവൊന്നും ഇഷ്ടമല്ല കേട്ടോ. അത് കാരണം ഞാൻ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു പഴുത്ത തക്കാളി അരിഞ്ഞതാണ് വേണ്ടത്. അത് വെന്തൊടയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ഒരു അരപ്പാണ് ചേർത്ത് കൊടുക്കേണ്ട. അരമുറി നാളികേരം ചിരകിയത്, കുറച്ച് മല്ലിയില, പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കണം. ആ മിക്സിയിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് അതും കൂടെ ചുറ്റിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി 2 പൊടികൾ ചേർക്കാനുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും. നന്നായി തിളച്ച് കഴിയുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും ക്യാരറ്റും കൂടെ ഇതിലേക്ക് ചേർക്കാം. 1 കപ്പ് ഗ്രീൻ പീസും ഒരു വലിയ ക്യാരറ്റ് അരിഞ്ഞതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 ഏലക്കായയുടെ സീഡും കൂടെ ഞാൻ ഇട്ടിരുന്നു വേവിക്കുമ്പോൾ. 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ കറി റെഡി.